പശ്ചാത്തല സംഗീതത്തെ പറ്റി അടൂരിനോട് ചോദിച്ചപ്പോൾ നോക്കാം വിശദമായി. പശ്ചാത്തല സംഗീതം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണല്ലോ, ഇനിമേലും ഇത് ഉപയോഗിക്കില്ലെന്നുണ്ടോ? ഈ ചിത്രത്തിൽ അതിന് തീരെ ഇടം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നേയുള്ളൂ. നന്നായി രചിച്ച പശ്ചാത്തല സംഗീതം കുറച്ചും കൃത്യമായും ഉപയോഗിച്ചാൽ വളരെ ഉപയോഗപ്രദമാകും. ഇത് ഇന്ത്യൻ സിനിമയിലെ രണ്ട് അധികായർ തമ്മിലുള്ള സംഭാഷണമായിരുന്നു. സത്യജിത്ത് റായും അടൂർ ഗോപാലകൃഷ്ണനും. അടൂരിന്റെ കൊടിയേറ്റം കണ്ട ശേഷം പടത്തിൽ പശ്ചാത്തല സംഗീതം ഒഴിവാക്കിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു റായ്. മലയാളത്തിൽ പശ്ചാത്തല സംഗീതമില്ലാതെ ഇറങ്ങിയ ഒരേ ഒരു ചിത്രമാണ് കൊടിയേറ്റം. അടൂരിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു കൊടിയേറ്റം. ആദ്യ ചിത്രമായ സ്വയംവരത്തിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് എം ബി ശ്രീനിവാസ് ആയിരുന്നു. കൊടിയേറ്റം കാണുമ്പോൾ റായ് സ്വയംവരം കണ്ടിരുന്നില്ല. സ്വയംവരത്തിന് വേണ്ടി ആദ്യം സംഗീത സംവിധാനം നിർവഹിക്കാൻ അടൂർ നിശ്ചയിച്ചത് വിജയരാഘവ് റാവു എന്ന പുല്ലാങ്കുഴൽ വാദകനെയായിരുന്നു. 1947 സ്വാതന്ത്ര്യദിന പുലരിയിൽ ചെങ്കോട്ടയിൽ സംഗീത സാധ്യത ഒരുക്കിയ പ്രശസ്തനായിരുന്നു റാവു. മൃണാൾ സെന്നിന്റെ പ്രസിദ്ധമായ ഭുവൻ ഷോം എന്ന പടത്തിന് റാവു ഒരുക്കിയ പശ്ചാത്തല സംഗീതം അടൂരിനെ ഏറെ ആകർഷിച്ചിരുന്നു. അങ്ങനെയാണ് റാവുവിനെ അടൂർ സമീപിക്കുന്നത്. ഭുവൻ ഷോമിന് ശേഷം തിരക്കേറിയ റാവുവിന്റെ പിന്നാലെ സമ്പന്നരായ ഹിന്ദി സിനിമാ നിർമ്മാതാക്കൾ പോകുന്ന കാലമായിരുന്നു അത്. ചെറിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു ആദ്യ സംവിധായകന്റെ ചിത്രത്തിന് വേണ്ടി സംഗീതം നൽകാൻ വിമുക്ത ഉള്ളതിനാലും പലതും പറഞ്ഞ് റാവു ഒഴിഞ്ഞു. പിന്നെ അടൂർ സമീപിച്ചത് വയലിനിസ്റ്റ് MS ഗോപാലകൃഷ്ണനെയാണ്. അന്ന് വരെ സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ചിട്ടില്ലാത്തതിനാൽ പരിചയക്കുറവ് കാരണം MS ഒഴിഞ്ഞു. വേണമെങ്കിൽ വെറുതെ വയലിൻ വായിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. സ്വയംവരത്തിന്റെ എഡിറ്ററായ MS മണിയാണ് MV ശ്രീനിവാസന്റെ പേര് നിർദ്ദേശിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ MBS സ്വയംവരത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കി. അത് കഴിഞ്ഞ് സംഗീതമില്ലാതെ കൊടിയേറ്റം ചെയ്യുന്ന കാലത്ത് അടൂർ MBSന് യാദൃച്ഛികമായി കണ്ടപ്പോൾ ഈ പടത്തിൽ നിങ്ങൾക്ക് റോളില്ലെന്ന് തമാശ പറഞ്ഞു. വല്ലപ്പോഴും മാത്രം പടമെടുക്കുന്നതും പോട്ടെ, എടുക്കുമ്പോൾ തനിക്ക് പണിയും തരില്ലെന്ന് പറയുന്നത് ന്യായമല്ല എന്ന് MBSും പറഞ്ഞു. പടം കണ്ടിട്ട് MBS തന്നെ പറയുക അതിലെവിടെയാണ് സംഗീതം ചേർക്കുകയെന്ന്. തൻ്റെ സൃഷ്ടി എങ്ങനെയായിരിക്കണമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു കലാകാരൻ്റെ മറുപടിയായിരുന്നു അത്. കൊടിയേറ്റം കണ്ടതിനു ശേഷം MBS പറഞ്ഞത് പടത്തിനു വേണ്ടി സംഗീതം ചെയ്യാൻ അടൂർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ താൻ കുഴഞ്ഞു പോയേനെ എന്നാണ്. അതിൽ പശ്ചാത്തല സംഗീതം ചേർക്കേണ്ട ഇടം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് MBS പറഞ്ഞത്. കൊടിയേറ്റത്തിൽ സംഗീതം പൂർണ്ണമായും ഒഴിവാക്കിയ അടൂർ നന്നായി രചിച്ച പശ്ചാത്തല സംഗീതം കുറച്ചും കൃത്യമായും ഉപയോഗിച്ചാൽ വളരെ ഉപയോഗപ്രദമാകുമെന്ന റായുടെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുന്നതാണ് പിന്നീടുള്ള അടൂരിന്റെ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടത്.